ഹലോ ഗൈസ്, RR44ലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ കാണാൻ മറക്കരുതേ. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക് നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ISROയാണ്. വരൂ ഗൈസ്, ISROയെ പറ്റി നോക്കാം. നമ്മളെല്ലാ ഇന്ത്യക്കാർക്കും ISRO എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനവും സന്തോഷവും ഏറെയാണ്. ആര്യഭട്ടയിൽ തുടങ്ങി ഇന്നിപ്പോൾ നൈസാർ ചന്ദ്രയാൻ 3 വരെ എത്തി നിൽക്കുന്നു. ഈ യാത്രയ്ക്ക് പിന്നിലുള്ള അധ്വാനവും പരിശ്രമവും കുറേയേറെയാണ്. മറ്റ് സ്പേസ് ഏജൻസികളെ വെച്ച് നോക്കുമ്പോൾ തികച്ചും ചെറിയ ബഡ്ജറ്റിൽ ഓരോ മിഷനുകളും ISRO വിജയത്തിലെത്തിക്കുന്നു. നാസ, റഷ്യൻ സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈനീസ് സ്പേസ് ഏജൻസികളുടെ മുന്നിൽ നമ്മുടെ ISRO തലയുയർത്തി നിൽക്കുന്നു. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, മംഗൾയാൻ, ചന്ദ്രയാൻ 3, ആദിത്യ L1, ഇപ്പോൾ നൈസാർ എന്നിങ്ങനെ കുറേ മിഷനുകൾ ISRO വിജയത്തിലെത്തിച്ചു. മുമ്പ് ഇൻകോസ്പാർ എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. 1962 സയൻറ്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഗവൺമെൻറ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപീകരിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു ഇത്. 1969 ഓഗസ്റ്റ് 15 ഇത് പുനർനാമകരിച്ചു. 1972 ഗവൺമെൻറ് ഒരു സ്പേസ് കമ്മീഷനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസും രൂപീകരിച്ചു. അതിന് കീഴിൽ ISROയെ കൊണ്ടുവന്നു. സ്പേസ് ടെക്നോളജിയെ പറ്റി പഠിക്കാനും ISRO തുടങ്ങി. ഈ ദേശീയ സ്പേസ് ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരുവിൽ സ്ഥിതി ചെയ്യുന്നു. ഡോക്ടർ വിക്രം സാരാഭായി, ഹോമി ജെ ബാബ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സൗണ്ടിംഗ് റോക്കറ്റിൽ നിന്ന് തുടങ്ങിയ ISROയുടെ യാത്ര ഇന്നെത്തി നിൽക്കുമ്പോൾ വളരെ വലുതാണ്. ചാന്ദ്ര ദൗത്യങ്ങളും സൗരദൗത്യവും ചൊവ്വാ ദൗത്യങ്ങളുമായി ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആദ്യ റോക്കറ്റ് അസംബിൾ ചെയ്തത് ഫോർമർ സെൻറ്റ് ലൂയിസ് ഹൈസ്കൂൾ തുമ്പയിലായിരുന്നു. ഇപ്പോൾ ഇതൊരു സ്പേസ് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായതോടെ ഇന്ത്യയിൽ അറ്റ്മോസ്ഫറിക് സയൻസിൻ്റെയും എയറോണമിയുടെയും ഒരു വലിയ കുതിപ്പുണ്ടായി. 1963 നവംബർ 21 അമേരിക്കൻ നിക്കെ അപ്പാച്ചെയാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ സൗണ്ടിംഗ് റോക്കറ്റ്. പിന്നീട് 2 ഘട്ട റോക്കറ്റുകൾ വിക്ഷേപിച്ചു. റഷ്യയുടെ M100 ഇതിന് 70 കിലോഗ്രാം പേലോഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്, 85 കിലോമീറ്റർ ഉയരെ വരെ. ഫ്രാൻസിൻ്റെ സെൻജോർ ഇതിന് 30 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റിയും 150 കിലോമീറ്റർ ഉയരെ വരെ എത്തിക്കാനുമുള്ള ക്ഷമതയുമുണ്ട്. മെട്രോളജിയും അന്തരീക്ഷ പഠനവും നടത്താൻ വേണ്ടിയായിരുന്നു സൗണ്ടിംഗ് റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത്. RH-75 ആണ് ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച സൗണ്ടിംഗ് റോക്കറ്റ്. 1967 മുതൽ ഇത് വിക്ഷേപിക്കാൻ തുടങ്ങി. RH-75, RH-200, RH-300, RH-500 എന്നിങ്ങനെ രോഹിണി സീരീസുകളിൽ സൗണ്ടിംഗ് റോക്കറ്റുകളുണ്ട്. രോഹിണി സൗണ്ടിംഗ് റോക്കറ്റ് പ്രോഗ്രാം 1975 എസ്റ്റാബ്ലിഷ് ചെയ്തു. തുമ്പയിൽ ഇപ്പോഴും സൗണ്ടിംഗ് റോക്കറ്റ് പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള കൂട്ടായ്മയിലൂടെ കുറേ സയൻറ്റിഫിക് മിഷനുകൾ നടത്തി. ISRO നിർമ്മിച്ച ആദ്യ സാറ്റലൈറ്റാണ് ആര്യഭട്ട. 1975 സോവിയറ്റ് സ്പേസ് ഏജൻസി കബൂസ്റ്റൻ യാറിൽ നിന്ന് ഇത് വിക്ഷേപിച്ചു. ആസ്ട്രോഫിസിക്സിനെ പറ്റി പഠിക്കാനായിരുന്നു ഈ സാറ്റലൈറ്റ്. 360 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഓർബിറ്റ് ലൈഫ് 1992 ഫെബ്രുവരി 2 വരെയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റാണ് ഭാസ്കര 1. USSR ആണ് ഇത് വിക്ഷേപിച്ചത്, വോൾഗോഗ്രാഡിൽ നിന്ന്. പേലോഡിൽ ഉണ്ടായിരുന്നത് TV ക്യാമറ, 3 ബാൻഡ് റിമോട്ട് സെൻസർ. ലോഞ്ച് മാസ് 442 കിലോഗ്രാം ആയിരുന്നു. ഭാസ്കര 2 1981 വിക്ഷേപിച്ചു, കബൂസ്റ്റൻ യാറിൽ നിന്ന്. 443 കിലോഗ്രാം പേലോഡ് ഉണ്ടായിരുന്നു. ഇന്റർ കോസ്മോസ് ആണ് പേലോഡ് എത്തിച്ചത്. രോഹിണി സീരീസുകളിലൂടെ സൗണ്ടിംഗ് റോക്കറ്റിൻ്റെ പരിജ്ഞാനം നേടിയ ശേഷം ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളിനായുള്ള പരിശ്രമം ISRO തുടങ്ങിയിരുന്നു. 7 വർഷം ഇതിനായി എടുത്തു. 40 കിലോഗ്രാം ഭാരശേഷി വഹിക്കാനും 400 കിലോമീറ്റർ ഉയരപരിധിയിൽ എത്തിക്കാവുന്നതുമായ SLV നിർമ്മിച്ചു. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട നിലവിൽ വന്നു. ലോഞ്ച് പാഡ്, ഗ്രൗണ്ട് സ്റ്റേഷൻ, ട്രാക്കിംഗ് നെറ്റ്വർക്ക് റഡാർസ്, വിവിധ കമ്മ്യൂണിക്കേഷൻസ് എന്നിവ സെറ്റ് ചെയ്തു. 1979 SLV ആദ്യമായി ലോഞ്ച് ചെയ്തു. രോഹിണി ടെക്നോളജി പേലോഡായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പക്ഷേ സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. പക്ഷേ പിന്നീട് 1980 രോഹിണി ടെക്നോളജി സീരീസിലെ സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇതോടുകൂടി ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്ന 7ാമത്തെ രാജ്യമായി മാറി ഇന്ത്യ. USSR, US, ഫ്രാൻസ്, UK, ചൈന, ജപ്പാൻ എന്നിവയാണ് ആദ്യ 6 രാജ്യങ്ങൾ. SLV-3 2 ലോഞ്ചിന് ശേഷം 1983 ഡീകമ്മീഷൻ ചെയ്തു. ഒരു മീഡിയം ലിഫ്റ്റ് ഓഫ് ലോഞ്ച് വെഹിക്കിളായി ISRO പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇത് പിന്നീട് PSLV-യുടെ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു. ഭാരമേറിയതും വലിയ ഭ്രമണപഥത്തിൽ എത്തിക്കാവുന്നതിനും വേണ്ടി പിന്നീട് GSLV-യും നിർമ്മിക്കുകയുണ്ടായി. ഈ യാത്ര ഇപ്പോൾ ചാന്ദ്ര ദൗത്യങ്ങളും ഗഗൻയാൻ മിഷനിലും അനേകം സാറ്റലൈറ്റുകളിലും എത്തി നിൽക്കുന്നു.
ISRO നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും നൽകുന്ന സംഭാവന നമുക്ക് നോക്കാം. 132 സ്പേസ് ക്രാഫ്റ്റ് മിഷനുകൾ, 18 പ്രൈവറ്റ് സാറ്റലൈറ്റുകൾ, 34 രാജ്യങ്ങളുടെ 433 ഫോറിൻ സാറ്റലൈറ്റുകൾ ISRO ലോഞ്ച് ചെയ്തു. 102 ലോഞ്ച് മിഷനുകൾ, 9 റീ എൻട്രി മിഷനുകൾ, 2 ലോഞ്ച് മിഷനുകൾ ISRO ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. ടെലികമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ്, ടെലിമെഡിസിൻ, അക്കാഡമിക്സ്, ഡിഫൻസ്, ബയോഡൈവേഴ്സിറ്റി ഇൻഫർമേഷൻ സിസ്റ്റം, കാർട്ടോഗ്രഫി, ഫോറിൻ പ്ലെയേഴ്സിൻ്റെ സാറ്റലൈറ്റുകളുടെ ലോഞ്ചുകൾ, ഓഷ്യാനോഗ്രഫിക് സാറ്റലൈറ്റ് ഡേറ്റ എന്നീ മേഖലകളിൽ ISRO സേവനം നൽകുന്നു. സ്പേസ് ടെക്നോളജിയിൽ നിന്നും ഒട്ടനേകം മറ്റ് ടെക്നോളജികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ISRO രൂപം കൊടുത്ത ആ ഡെവലപ്മെൻറ്റുകൾ എന്തെന്ന് നമുക്ക് നോക്കാം. ബയോണിക് ലെമ്പുകളുടെ നിർമ്മാണം വഴി സ്പെഷ്യലി ഏബിൾഡായ ജനവിഭാഗങ്ങൾക്ക് ഉപയോഗപ്രദമായി. കൊടും ശൈത്യപ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായി സിലിക്ക എയറോജെല്ലുകൾ, ആക്സിഡൻറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രസ് അലേർട്ട് ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്ലർ വെതർ റഡാറുകൾ, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി പലവിധ സെൻസറുകളും മെഷീനുകളും. ഇനി നമുക്ക് ISROയുടെ വരുന്ന മിഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗഗൻയാൻ. സ്പേസിലേക്ക് ISRO നടത്തുന്ന മിഷനാണ് ഗഗൻയാൻ. വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിനെപ്പറ്റി അറിയും. ഇന്ത്യയുടെ ഗഗൻയാത്രികൾ ഇപ്പോൾ പരിശീലനം നടത്തി വരുന്നു. ഈ അടുത്താണ് ശുഭാൻശു ശുക്ല സ്പേസ് മിഷൻ പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. ചന്ദ്രയാൻ 4, മംഗൾയാൻ 2, വീനസ് മിഷൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഈ മിഷൻ 2047 പ്രോഗ്രാം പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. ഇതിനു വേണ്ടിയുള്ള പരീക്ഷണമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്പേഡെക്സിലൂടെ ISRO നടത്തിയത്. സ്പേസിൽ ഇന്ത്യയുടെ തന്നെ ഒരു സ്റ്റേഷനാണ് ലക്ഷ്യം. അപ്പോൾ ഗൈസ്, ISROയെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.